നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സുകുമാരൻ നായരെ തളയ്ക്കാൻ BJPക്ക് കഴിയുമോ? പെരുന്നയിൽ ശുദ്ധീകരണമുണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഡൽഹി NSSന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു, നിങ്ങളാണ് എല്ലാമെന്ന് വിചാരിക്കരുത്. മന്നത്ത് പത്മനാഭന്റെ സംഭാവനകൾ കാരണമാണ് നിങ്ങൾ ഇന്നത്തെ നിലയിലെത്തിയത്. ഞാൻ പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് മന്നം സമാധിയിലേക്ക് ഇന്നയാൾ വരരുത് എന്ന നിലപാടെടുക്കാൻ ആർക്കും കഴിയില്ല. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വാക്കുകൾ അതിശക്തമായിരുന്നു. മറുവശത്ത് ഈ വാക്കുകൾക്ക് പിന്നാലെ NSS പ്രതികരിച്ചു തുടങ്ങി. ഉപരാഷ്ട്രപതിയുടെ ശക്തമായ താക്കീതിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നും ഒന്നുകിൽ ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നവർ സ്വയം മാറും, അല്ലെങ്കിൽ കാലം അവിടെ ശുദ്ധീകരണം നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ശുദ്ധി കൈവന്നിട്ടുണ്ട്. പെരുന്നയ്ക്ക് പകരം ഡൽഹിയിലെ സ്മൃതി മണ്ഡപം ഒരു ബദലാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. പെരുന്നയ്ക്ക് ബദലായി ഡൽഹിയിലെ മന്നം സ്മൃതി. NSSന്റെ ഔദ്യോഗിക നേതൃത്വം സുകുമാരൻ നായർ എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഏകാധിപത്യ നടപടികളാണ് പലതും. അതേ സുകുമാരൻ നായർക്കെതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ BJP കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിലെ പുതിയ സ്മൃതി മണ്ഡപം. നേർക്കുനേർ വെല്ലുവിളി ഉയർന്നതോടെ സുകുമാരൻ നായരും പ്രതികരിച്ചു. ഇത്തരം വിമർശനങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തിയത്. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി സമാപനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി ചങ്ങനാശ്ശേരിയിലെത്തുന്നു. അന്ന് പെരുന്നയിലെ NSS ഹിന്ദു കോളേജ് ഗ്രൗണ്ടിലാണ് ഉപരാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. കോളേജ് ഗ്രൗണ്ടും NSSന്റെ ഔദ്യോഗിക ഗസ്റ്റ് ഹൗസുമൊക്കെ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായി വിട്ടുകൊടുത്തു. എന്നാൽ ക്ഷേത്ര മാതൃകയിൽ പരിപാലിക്കുന്ന മന്നം സമാധി മണ്ഡപത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കും ഡോഗ് സ്ക്വാഡിനും അനുമതി നൽകാനാവില്ല എന്ന NSS നിലപാട്. 1996 പ്രധാനമന്ത്രി PV നരസിംഹറാവു ചങ്ങനാശ്ശേരിയിലെത്തിയപ്പോഴും അന്നത്തെ സമുദായ നേതൃത്വം ഇതേ നയമാണ് സ്വീകരിച്ചത് എന്നത് സുകുമാരൻ നായർ വിശദീകരിച്ചു. സുരക്ഷാ പരിശോധനയ്ക്കും ഡോഗ് സ്ക്വാഡിനും പെരുന്നയിലേക്ക് പ്രവേശനമില്ല എന്ന ശക്തമായ നിലപാടെന്ന് സുകുമാരൻ നായർ സ്വീകരിച്ചു. ഇപ്പോൾ സുകുമാരൻ നായർ ആവർത്തിക്കുന്നതും അതുതന്നെ. മന്നം സമാധിയിലേക്ക് നായയ്ക്ക് പ്രവേശനമില്ല. സാമൂഹിക പരിഷ്കരണം എന്ന വാക്ക് കേരളം കേൾക്കുന്നതിന് മുൻപ് തന്നെ സാമൂഹിക പരിഷ്കരണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തിയാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഡൽഹിയിൽ NSS ആസ്ഥാനത്ത് നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപവും പ്രതിമയും അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് നടത്തിയ പ്രസംഗത്തിനിടയിലാണ് സുകുമാരൻ നായരുടെ പേരെടുത്തു പറയാതെ രൂക്ഷ വിമർശനം നടത്തിയത്. ഫെബ്രുവരിയിൽ തനിക്ക് മന്നം സമാധി സന്ദർശിക്കാൻ അനുമതി നിഷേധിച്ചതാണ് ഉപരാഷ്ട്രപതിയെ ചൊടിപ്പിച്ചത്. സുകുമാരൻ നായരോട് പണ്ടേ കലിപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയും കട്ടക്കിറങ്ങി. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ ആലോചിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുകുമാരൻ നായരെ NSSന്റെ തലപ്പത്ത് നിന്ന് ഇറക്കിവിടണമെന്ന് സുരേഷ് ഗോപിയെ പോലൊരു മുതിർന്ന നേതാവ് പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോൾ മറുവശത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ സുകുമാരൻ നായരുടെ തീരുമാനം. താനെല്ലാം തീരുമാനിക്കുമെന്ന ചിന്ത പാടില്ല എന്നാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രസംഗത്തിൽ പറഞ്ഞത്. ഞാനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരണ്ട, ഇന്നയാൾ വരണം എന്നൊക്കെ ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പശ്ചിമ ബംഗാൾ മുൻ ഗവർണർ ആനന്ദ ബോസ് തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നിഷേധിച്ചു എന്ന് പരാതിപ്പെട്ട ആനന്ദ ബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ദില്ലിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉയർന്നിരിക്കുന്നത്. ഒരുപാട് പ്രമുഖ വ്യക്തികളെ അവഹേളിച്ച് പരിഹസിച്ച സുകുമാരൻ നായർക്ക് മുഖമടച്ച മറുപടി ഇപ്പോൾ ഡൽഹിയിൽ ഉയർന്നു. മറുവശത്ത് സുകുമാരൻ നായർ ചേരിയിൽപ്പെട്ട ഒട്ടുമിക്ക നായർ പ്രമുഖരും ഡൽഹിയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. സുകുമാരൻ നായർക്കെതിരെ ഒരു വലിയ പടയൊരുക്കമാണ് ഇപ്പോൾ ഡൽഹിയിൽ തുടങ്ങി വച്ചിരിക്കുന്നത്. നേതൃത്വം കൊടുക്കുന്നതാവട്ടെ BJPയും. കഴിഞ്ഞ കുറേ കാലമായി NSSുമായി ഒരു പാലമിടാൻ BJP ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശ്രമിച്ചിരുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എപ്പോഴും മുൻപോട്ട് വയ്ക്കുന്നത് സമദൂരം എന്ന നയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സ്ഥിരമായി ഔദ്യോഗിക സഖ്യത്തിനായി തങ്ങൾ തിരഞ്ഞെടുക്കില്ല എന്ന് പലപ്പോഴും സുകുമാരൻ നായർ പറയും. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അനുകൂലമായ
ഒരു നിലപാടാണ് NSS സ്വീകരിച്ചത്. നേരത്തെ ശബരിമല സംവരണം, ഹിന്ദു സംഘടനകളുടെ ഐക്യം തുടങ്ങിയ വിഷയങ്ങളിൽ NSSും BJPയുമായി ചില സമവായങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ 2026 SNDPയും NSSും തമ്മിലുള്ള സഖ്യം BJP ആഗ്രഹിച്ചു. ഇതിനു പിന്നിൽ BJPയുടെ ചില ചതിപ്രയോഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ സുകുമാരൻ നായർ ഈ സഖ്യത്തിൽ നിന്ന് കുതറിമാറി. ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ BJPയും NSSും ഒരുമിച്ച് നീങ്ങണമെന്ന് പല BJP നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഭരണം കൈയാളുന്നവരെ പൂർണ്ണമായി പിണക്കാൻ NSSന് കഴിയില്ല. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ കേരളത്തിലുണ്ട്. മറുവശത്ത് സുകുമാരൻ നായരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അദ്ദേഹത്തെ വട്ടമിട്ട് വിറപ്പിക്കുന്നു. കേരള സർക്കാരിനെയോ ഇടതുപക്ഷത്തിനെയോ പിണക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പരസ്യമായി ഒരു BJP അനുകൂല നിലപാടിന് സുകുമാരൻ നായർ പലപ്പോഴും മടിച്ചത്. നായർ സമുദായവുമായി ബന്ധപ്പെട്ട പല യോഗങ്ങൾക്കും സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. 2024 തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ ജനപ്രീതി നായർ വിഭാഗത്തിനിടയിൽ ശക്തമായി. ഈ വിജയത്തെ NSS തങ്ങളുടെ ഔദ്യോഗിക പിന്തുണയുടെ ഫലമായുണ്ടായ വിജയം എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ ചില പ്രതികരണങ്ങളിലൂടെ വാർത്തകളിൽ നിറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ പലപ്പോഴും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സുരേഷ് ഗോപിയെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വിമർശിച്ചിട്ടുണ്ട്. BJPയുമായുള്ള ബന്ധം അദ്ദേഹം പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. പെരുന്നയിലെ മന്നം സമാധി സന്ദർശിക്കാനെത്തിയ സുരേഷ് ഗോപിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും സുകുമാരൻ നായർ വിസമ്മതിച്ചിരുന്നു. 2015 NSS ആസ്ഥാനത്ത് സുരേഷ് ഗോപി എത്തിയത്. അന്ന് സുകുമാരൻ നായർ സുരേഷ് ഗോപിയെ കാണാൻ വിസമ്മതിച്ചു. എന്നാൽ BJP പ്രവേശനം മുന്നിൽ കണ്ടുകൊണ്ട് NSSന്റെ വാർഷിക ബജറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഹാളിലേക്ക് കടന്നു വരാൻ സുരേഷ് ഗോപി ശ്രമിച്ചു. അത്തരം VIP സമീപനമൊന്നും തൻ്റെ അടുക്കൽ വേണ്ട. അതാണ് അന്ന് സുരേഷ് ഗോപിയെ കാണാൻ കൂട്ടാക്കാത്തതിന് പിന്നിലെ കാരണം എന്ന് സുകുമാരൻ നായർ പിന്നീട് പറഞ്ഞു. പെരുന്നയിലെ ആസ്ഥാനവും മന്നം സമാധിയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ NSS അനുവദിക്കില്ല എന്നതാണ് സുകുമാരൻ നായരുടെ എക്കാലത്തെയും നിലപാട്. ഏതൊരു സാധാരണക്കാരനും ഭക്തനും സമാധിയിൽ വന്ന് പ്രണാമം അർപ്പിക്കാൻ തടസ്സമില്ല. എന്നാൽ ഔദ്യോഗിക പദവികളുടെയും VIP സുരക്ഷയുടെയും പേരിൽ സമാധിയുടെ വിശുദ്ധി തകർക്കുന്ന രീതിയിലുള്ള പ്രോട്ടോകോൾ അനുവദിക്കില്ല എന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. വ്യക്തമാണ് BJPയുടെ പദ്ധതി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തി NSSനെ പ്രതിരോധത്തിലാഴ്ത്തുക, ആസ്ഥാനത്തിനും ജനറൽ സെക്രട്ടറിക്ക് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുക. ഡൽഹിയിൽ പുതിയ മണ്ഡപം നിർമ്മിച്ച് ബദൽ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്നതും ഇത്തരം നീക്കങ്ങളുടെ ഫലമായാണ്. ചുരുക്കത്തിൽ NSSന്റെ രാഷ്ട്രീയ സ്വാധീനം തകർക്കാനുള്ള ബദൽ മാർഗങ്ങൾ സുകുമാരൻ നായരുടെ ശത്രുപക്ഷം ആസൂത്രണം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളുടെ പേരിൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ വലിയ തീയും പുകയുമൊക്കെ ഉണ്ടാകും. സുരക്ഷാ പ്രോട്ടോകോളുകൾ ഒരു വശത്ത്, മറുവശത്ത് സമാധിയുടെ വിശുദ്ധി. ഇവയ്ക്കിടയിൽ ഈ പുതിയ പോര് കൂടുതൽ തലങ്ങളിലേക്ക് ഉയരുന്നു. ശബരിമലയിൽ പോലും VIP സുരക്ഷയുടെ ഭാഗമായി പോലീസും സുരക്ഷാ ഏജൻസികളും നായയെ കൊണ്ടുവന്ന് സ്നിഫർ പരിശോധന നടത്താറുണ്ട്. ഭരണഘടനാ പദവിയിലുള്ളവർ എത്തുമ്പോൾ നൽകേണ്ട സാധാരണ സുരക്ഷാ പ്രോട്ടോകോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പാലിക്കണം. എന്നാൽ ആചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കപ്പെടേണ്ട വിശുദ്ധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള യാന്ത്രികമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് സുകുമാരൻ നായർ ഉറപ്പിച്ചു പറയുന്നു. സുരക്ഷാ പരിശോധനയുടെ പേരിൽ പട്ടിയെ സമാധി സ്ഥലത്തേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാട് തന്നെയാണ് ഇപ്പോഴും സുകുമാരൻ നായർ പിന്തുടരുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമൊക്കെ കട്ടയ്ക്ക് വെല്ലുവിളിച്ച് സുകുമാരൻ നായരുടെ നേർ ശത്രുപക്ഷത്ത് നിൽക്കുന്നു. NSSനെ നെടുകെ പിളർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. BJPയുടെ പൂർണ്ണ പിന്തുണ ഈ നേതാക്കൾക്കുണ്ട്. മറുവശത്ത് എത്രത്തോളം സുകുമാരൻ നായർ ഒറ്റയ്ക്ക് പടവെട്ടി പിടിച്ചു നിൽക്കും? കേരളം ഭരിക്കുന്ന VD സതീശനുമായി വലിയ ഈഗോ പോരിലാണ് ഒരു വശത്ത് സുകുമാരൻ നായർ. ഇനി ഇടതുപക്ഷത്തിനെയോ CPMനെയോ പിണറായിയോ ഒക്കെ തിരുത്തിയിട്ട് വലിയ കാര്യമില്ല എന്നും സുകുമാരൻ നായർക്കറിയാം. വലിയ ചങ്ങാതിയായിരുന്ന ഗണേഷ് കുമാറിനെ വിരട്ടി ഓടിച്ചു. ഇപ്പോൾ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലാണ് പെരുന്നയിലെ ആസ്ഥാനത്ത് സുകുമാരൻ നായരുടെ ഇരിപ്പ്. താനാണ് സർവവും എന്ന് കരുതരുത് എന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സുകുമാരൻ നായർക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ, മറുവശത്ത് സുരേഷ് ഗോപി അടക്കം NSSനെ നാലായി പിളർത്തി തകർക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള കടുത്ത തീരുമാനവുമായി സുകുമാരൻ നായർ നിൽക്കുന്നു. കുറേ കാലമായി അഹന്തയുടെ
നീരാട്ടിൽ നീന്തി തുടിച്ച സുകുമാരൻ നായർക്ക് ഈ വെല്ലുവിളികൾ അത്ര രസിക്കില്ല. BJP രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.